കൊല്ലം തേവലക്കര ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പിഴവ് സംബന്ധിച്ച റിപ്പോർട്ട് വന്നിരിക്കുന്നു. തദ്ദേശ ഭരണവകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ടിലാണ് ഈ പിഴവ് സമ്മതിക്കുന്നത്. മൈനാഗപ്പള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ജാഗ്രതാ കുറവുണ്ടായി. സുരക്ഷാ ഭീഷണിയുള്ള രീതിയിൽ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് റിപ്പോർട്ട് ചെയ്യാത്തതാണ് പിഴവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് പ്രൈം ടൈമിലേക്ക് തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആമുഖമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് ഇപ്പോഴാണോ വെളിച്ചം കാണുന്നത്? ഈ റിപ്പോർട്ട് ഇപ്പോഴാണ് വെളിച്ചം കാണുന്നത്. തദ്ദേശ ഭരണ വകുപ്പിന് 19-ാം തീയതി സമർപ്പിച്ച റിപ്പോർട്ടാണിത്. 19-ന് ആദ്യം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ ആ റിപ്പോർട്ടിൽ ഒഴുക്കൻ മട്ടിലുള്ള ആരെയും കുറ്റപ്പെടുത്താത്ത അല്ലെങ്കിൽ കാര്യകാരണ സഹിതം ഒരു കാര്യവും പറയാത്തൊരു ഒഴുക്കൻ റിപ്പോർട്ടായിരുന്നു. അത് പറ്റില്ല എന്ന് തദ്ദേശ ഭരണ മന്ത്രി എം പി രാജേഷ് നിർദ്ദേശിച്ചു. പിന്നീട് അന്ന് രാത്രി 10 മണിക്ക് ശേഷം നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ടുകൾ ഇതിനിടയ്ക്ക് VS അച്യുതാനന്ദൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം ഈ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല.